BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പ് ഇന്നു മുതൽ ബഹ്റൈനിൽ നടക്കും. ബഹ്റൈൻ നാഷണൽ തിയേറ്ററിന് എതിർവശമുള്ള മൈതാനത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് മത്സരങ്ങൾ. ഡിസംബർ 15 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന് ഇതാദ്യമായാണ് ബഹ്റൈൻ വേദിയാകുന്നത്. മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള അഹമ്മദ് രാജാവിന്റെ പ്രതിനിധിയും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 114 രാജ്യങ്ങളിൽ നിന്നായി 1000-ഓളം താരങ്ങൾ പങ്കെടുക്കും. ബഹ്റൈൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവന്റിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ബഹ്റൈൻ വെയ്റ്റ് ലിഫ്റ്റ് ഫെഡറേഷൻ പ്രസിഡന്റ് ഇഷാഖ് ഇബ്രാഹിം അറിയിച്ചു. എന്നാൽ തിരക്ക് നിയന്ത്രിക്കാൻ ടിക്കറ്റ് വിതരണ സംവിധാനം നടപ്പാക്കും. മത്സരങ്ങൾ കാണാനും ഇവന്റ് സെന്ററിലെ അനുബന്ധ പ്രവർത്തനങ്ങൾ ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ ആരാധകർക്കും സൗജന്യ പ്രവേശനമാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയുടെ വളർച്ചയ്ക്ക് അഹമ്മദ് രാജാവ് നൽകുന്ന പിന്തുണയാണ് പരിപാടിക്ക് രാജ്യം ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ തെളിയിക്കപ്പെടുന്നത്. വിഷൻ 2030 അനുസൃതമായി അന്താരാഷ്ട്ര കായിക വിനോദങ്ങളുടെ കേന്ദ്രമെന്ന നിലയിൽ ബഹ്റൈൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബഹ്റൈന്റെ കായിക, സാമ്പത്തിക, വിനോദസഞ്ചാര മേഖലകളെ വൈവിധ്യവൽക്കരിക്കുന്നതിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കുന്ന സീനിയർ അത്ലറ്റുകൾക്കായുള്ള ആദ്യത്തെ ആഗോള ഒളിമ്പിക് തല കായിക ചാമ്പ്യൻഷിപ്പ് കൂടിയാണിത്. ബഹ്റൈൻ എയർപോർട്ട് റോഡുകളുടെ നവീകരണത്തിന് തടസ്സമായി നിൽക്കുന്ന 2 സ്മാരകങ്ങൾ അടുത്ത മാസം പൊളിച്ചു നീക്കും. ഖലീഫ അൽ കബീർ അവന്യൂവിൽ എതിർദിശയിലുള്ള 50 വർഷം പഴക്കമുള്ള വാട്ടർഫാൾ ഫാൽക്കൺ സ്മാരകങ്ങളാണ് നിൽക്കുന്നത്. എയർപോർട്ടിലേക്ക് പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവ പൊളിച്ച് സ്ഥലമൊരുക്കുന്നത്. പ്രദേശവാസികൾക്കും സന്ദർശകർക്കുമായി വീതി കൂട്ടിയ പുതിയ പാതകൾ നിർമ്മിക്കുന്നതിന് ശൂന്യമായ സ്ഥലം ഉപയോഗിക്കും. പദ്ധതിക്ക് മൊഹറക് മുനിസിപ്പൽ കൗൺസിൽ ഐക്യകണ്ഠേന അനുമതി നൽകി. സ്മാരകങ്ങൾ പൊളിച്ചുമാറ്റുന്നത് തൊഴിൽ മന്ത്രി ഇബ്രാഹിം അൽ ഹവാജിന്റെ മേൽനോട്ടത്തിലായിരിക്കും. മേൽപ്പാലം, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് നവീകരണ പദ്ധതി. ഖലീഫ അൽ കബീർ അവന്യൂവിൽ നിന്ന് അറാദ് ഹൈവേയിലേക്കുള്ള ഭാഗത്ത് താൽക്കാലിക സിഗ്നലൈസ്ഡ് ജംഗ്ഷനും പദ്ധതിയുണ്ട്. അറാദ് ഹൈവേയിൽ സുഗമമായ ഗതാഗതത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. എയർപോർട്ട് പ്രവേശനക്ഷമത മെച്ചപ്പെടുന്നതിനുള്ള 1ാം ഘട്ടത്തിന്റെ ഭാഗമായി നവീകരണ പ്രവൃത്തികൾക്ക് 3 കമ്പനികൾ ടെൻഡറുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ജീവസൃഷ്ടികളിൽ ഏറ്റവും ദുർബലമായിരുന്നിട്ടും മനുഷ്യനെ ഏറ്റവും വലിയ ശക്തിയായി വളർത്തിയതും ഒന്നിപ്പിച്ചതും നിർത്തിയതും പുസ്തകങ്ങളാണെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ. 10,000-കണക്കിന് വർഷങ്ങൾ അന്യജീവികളെ ഭയന്ന് ഗുഹകളിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതിലും ഗോത്രങ്ങളും സമൂഹ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുക്കാൻ മനുഷ്യകുലത്തെ പരുവപ്പെടുത്തിയതിലും അക്ഷരങ്ങളും പുസ്തകങ്ങളും വഹിച്ച പങ്ക് വളരെ വലുതാണ്. ബഹ്റൈൻ പ്രവാസിയും കഥാകൃത്തുമായ ജലീലിയോ രചിച്ച റംഗൂൺ സ്റ്റാപ്പ് എന്ന നോവൽ പ്രകാശനം ചെയ്യുകയായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ. മ്യാൻമറിലെ ഇന്ത്യൻ വംശജരുടെ ചരിത്രത്തിലൂടെ റോഹിംഗ്യൻ സംഘർഷത്തിൻ്റെയും മനുഷ്യക്കടത്തിൻ്റെയും പലായനങ്ങളുടെയും പൗരത്വ രാഷ്ട്രീയത്തിൻ്റെയും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് റംഗൂൺ സ്റ്റാപ്പ്. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ ഉമ്പാച്ചി പുസ്തകം പരിചയപ്പെടുത്തി. യുവ എഴുത്തുകാരനും വിദ്യാഭ്യാസ പരിശീലകനുമായ ലിജേഷ് കുമാർ, യാത്രികനും എഴുത്തുകാരനുമായ സജി മാർക്കോസ്, P. ഉണ്ണികൃഷ്ണൻ, പുസ്തകോത്സവ കൺവീനർ ഹരീഷ് നായർ എന്നിവർ ആശംസകൾ നേർന്നു. സമാജം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മഹേഷ് പിള്ള സ്വാഗതവും സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ R. നായർ നന്ദിയും പറഞ്ഞു. പുസ്തക പ്രകാശനാനന്തരം ഉണ്ണി ബാലകൃഷ്ണനുമായുള്ള മുഖാമുഖവും നടന്നു. പുസ്തക പ്രകാശനത്തിന് മുന്നോടിയായി മലയാള മിഷൻ കുട്ടികൾക്ക് കഥ കേൾക്കാൻ ഒരുക്കിയിട്ടുള്ള ഒരിടത്തൊരിടത്ത് എന്ന കഥയിടവും ബഹ്റൈനിലെ പാട്ടുകാരികളായ സുഹൃത്തുക്കളുടെ മ്യൂസിക് ബാൻഡായ ദ പിങ്ക് ബാങ്ക് ഒരുക്കിയ സംഗീത പരിപാടിയും അരങ്ങേറി. നമ്മെ പ്രലോഭിപ്പിക്കുകയും നമ്മിൽ ലഹരി പടർത്തുകയും ചെയ്യുന്ന ചിലതുണ്ടെന്നും അവയെക്കുറിച്ച് എഴുതുമ്പോൾ ഏറ്റവും വലിയ ലഹരിയെന്ന് ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട ഒന്നിൻ്റെ പേരാണ് ഉചിതമെന്ന് തോന്നിയതുകൊണ്ടാണ് പുസ്തകത്തിന് കഞ്ചാവ് എന്ന പേര് നൽകിയതെന്നും എഴുത്തുകാരൻ ലിജേഷ് കുമാർ പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് നടന്ന മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ലിജേഷ്. ആ പേരിനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിച്ചതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖരും അല്ലാത്തവരുമായ എഴുത്തുകാരുടെ ഉൾപ്പെട്ടതാണ് സാഹിത്യലോകം. ഓരോ എഴുത്തുകാരൻ്റെയും രചനാശൈലി വേർതിരിച്ചറിയുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNCS വെൽനസ് ഫോറം അദാരി പാർക്കിൽ ഫാമിലി പിക്നിക് സംഘടിപ്പിച്ചു. മുതിർന്നവരും കുട്ടികളും അടക്കം 300ഓളം പേർ പങ്കെടുത്തു. വടംവലി, കസരക്കളി, ഓട്ടമത്സരം തുടങ്ങി നിരവധി കായിക ഇനങ്ങൾ പരിപാടിയുടെ ഭാഗമായി നടന്നു. ചെയർമാൻ കൃഷ്ണകുമാർ D, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS, പ്രോഗ്രാം കോർഡിനേറ്റർ ഓമനക്കുട്ടൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 44 വിദേശ തൊഴിലാളികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാട് കടത്തിയതായി LMRA അറിയിച്ചു. വിവിധ ഗവർണറേറ്റുകളിലായി നവംബർ 24-നും 30-നും ഇടയിൽ മൊത്തം 1527 തൊഴിൽ പരിശോധനകൾ നടത്തുകയുണ്ട്. താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് 48 തൊഴിലാളികളെ പിടികൂടുകയും ചെയ്തു. 20 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 14 ക്യാമ്പയിനുകൾ നടന്നു. മുഹറ ഗവർണറേറ്റിൽ 3, നോർത്തേൺ ഗവർണറേറ്റിൽ 2, സദേൺ ഗവർണറേറ്റിൽ 1 എന്നിങ്ങനെയാണ് ക്യാമ്പയിനുകൾ. ദേശീയത, പാസ്പോർട്ട്, റെസിഡൻസ് അഫയേഴ്സ് ഗവർണറേറ്റിൽ ബന്ധപ്പെട്ട പോലീസ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് വെൽഡിക് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് സയൻസിംഗ്, കോസ്റ്റ് ഗാർഡ് എന്നീ സർക്കാർ സ്ഥാപനങ്ങൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു. നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വിവിധ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും LMRA അറിയിച്ചു. എലത്തൂർ ദേശീയപാതയ്ക്കരികിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഡിപ്പോയിൽ നിന്ന് 100 കണക്കിന് ലിറ്റർ ഡീസൽ ഓവുചാലിലേക്ക് പരന്നൊഴുകിയത് ആശങ്കയ്ക്കിടയാക്കി. ബുധനാഴ്ച വൈകിട്ട് 4:30 ഡിപ്പോയ്ക്ക് സമീപത്തെ ഓവുചാലുകളിൽ ഡീസൽ ഒഴുകുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ടാങ്കിൽ നിന്ന് കവിഞ്ഞൊഴുകിയ ഡീസൽ ഓവുചാലിലൂടെ പുറത്തേക്ക് ഒഴുക്കിവിടുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഡിപ്പോ കോമ്പൗണ്ടിനുള്ളിൽ തളം കെട്ടിയ ഡീസലാണ് അധികൃതർ പുറത്തേക്ക് ഒഴുക്കിയതെന്നാണ് ആരോപണം. ഓവുചാലിലൂടെ ഡീസൽ ഒഴുക്കിയത് മുതലും സമീപത്തെ പുഴകളിലും കടലിലും ഡീസൽ എത്തി. തോടുകളിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തി. സമീപത്തെ കിണറുകൾ മലിനമായി. ഡീസലിന്റെ ഗന്ധം മൂലം പടന്നയിൽ, മട്ടുവയൽ ഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ടതായും പ്രദേശവാസികൾ പറഞ്ഞു. ഡിപ്പോയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെ ഡീസൽ പുറത്തേക്ക് ഒഴുകിയതാണെന്നും അറിഞ്ഞുടൻ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ടെന്നും ഡിപ്പോ മാനേജർ C. വിനയൻ പോലീസിനെ അറിയിച്ചു. ഓവുചാലുകളിലേക്ക് ഒഴുകിയെത്തിയ ഡീസൽ നാട്ടുകാർ കുപ്പികളിലും കനാസുകളിലും ശേഖരിച്ചു തുടങ്ങവെയാണ് ലിറ്റർ കണക്കിന് ഒഴുകിയെത്തിയത്. ഇതോടെ ഏത് നിമിഷവും വൻ അപകടമുണ്ടാകുമെന്ന അവസ്ഥയിൽ സമീപവാസികൾ ആശങ്കയിലായി. ജനങ്ങൾ സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തി. നാട്ടുകാർ എലത്തൂർ പോലീസിലും ബീച്ച് ഫയർ യൂണിറ്റിലും വിവരം അറിയിച്ചതിനെ തുടർന്ന് സേനകളും സ്ഥലത്തെത്തി. പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഡിപ്പോ ജീവനക്കാർ ദേശീയപാതയ്ക്കരികിലെ ഓടയിൽ നിന്ന് ബക്കറ്റ് ഉപയോഗിച്ച് ഡീസൽ ബാരലുകളിൽ നിറച്ചു. 200 ലിറ്ററിന്റെ 10ഓളം ബാരലുകൾ ശേഖരിച്ചെങ്കിലും റെയിൽ ഭാഗത്തേക്കുള്ള ഓടയിൽ ലിറ്റർ കണക്കിന് ഡീസൽ നിറഞ്ഞിരിക്കുകയാണ്. സ്ലാബുകൾ നീക്കി ജീവനക്കാർ ഡീസൽ രാത്രിയിലും മുക്കി മാറ്റുകയായിരുന്നു. സംസ്ഥാനത്ത് എലിപ്പനി മരണം കൂടുന്നു. ഈ വർഷം ഇതുവരെ 204 പേരാണ് മരിച്ചത്. ജനുവരി മുതൽ ഡിസംബർ 3 വരെയുള്ള ആരോഗ്യവകുപ്പ് കണക്ക് പ്രകാരമാണിത്. 164 മരണം എലിപ്പനി മൂലമാണോ എന്ന സംശയവുമുണ്ട്. 3244 പേർക്കാണ് ഇക്കാലയളവിൽ രോഗബാധയുണ്ടായത്. എലിപ്പനിക്കെതിരെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുമ്പോഴും മരണസംഖ്യ കൂടുകയാണ്. ഡിസംബറിൽ 3 ദിവസത്തിനിടെ 26 പേർക്കാണ് രോഗം ബാധിച്ചത്. ചൊവ്വാഴ്ച മാത്രം 14 പേർക്ക് വിവിധ ജില്ലകളിലായി രോഗം സ്ഥിരീകരിച്ചു. ഒരു മരണവുമുണ്ട്. എലിപ്പനി ലക്ഷണങ്ങളോടെ 4 പേർ മരിച്ചു. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രവും വിസർജ്യങ്ങളും വഴി പകരുന്ന രോഗമാണ് എലിപ്പനി. ഇവയുടെ മൂത്രവും വിസർജ്യവും വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവ് വഴി ശരീരത്തിലെത്തിയാണ് രോഗം ഉണ്ടാകുന്നത്. വയലിൽ പണിയെടുക്കുന്നവർ, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ വൃത്തിയാക്കുന്നവർ തുടങ്ങിയവരിൽ രോഗം കൂടുതൽ കാണപ്പെടുന്നു. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് പ്രധാന ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും കണ്ടേക്കാം. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണം. കൃത്യമായി ചികിത്സയില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.